ഹലോ ഗായ്സ്, വെൽക്കം ടു ആദീസ് വ്ളോഗ്. നമുക്കിന്ന് നല്ല ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു മീൻകറി റെസിപ്പി ആയാലോ. അതിന് ഞാൻ ഇന്ന് എടുത്തേക്കുന്ന കേരച്ചൂരയാണ് കേട്ടോ. എനിക്കിന്ന് കിട്ടിയത് കേരച്ചൂരയാണ്. അത് ഞാൻ കഴുകി ഫ്രഷാക്കി വെച്ചൊക്കെയാണ്. പിന്നെ ചെറിയ ഉള്ളി അരിഞ്ഞത്, ഇഞ്ചി ചതച്ചത്, 4 പച്ചമുളക്, കരിവേപ്പില, തക്കാളി അരിഞ്ഞത്, പിന്നെ പുളി സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, കോക്കനട്ട് ഓയിൽ, ഉലുവ, മഞ്ഞൾപ്പൊടി, പിന്നെ വറുത്ത മുളക് പൊടി, തേങ്ങ ചിരകിയത്, പിന്നെ മുരിങ്ങയ്ക്ക്. ഇനി നമുക്ക് മീനിൻ്റെ കൂട്ട് റെഡിയാക്കാം. അതിനുവേണ്ടി ആദ്യം തന്നെ മിക്സിയുടെ ജാർ എടുത്ത് തേങ്ങ ചിരകിയത് അതിലോട്ട് ഇടാം. അത് കഴിഞ്ഞിട്ട് നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന ചെറിയ ഉള്ളി, കുറച്ച് കരിവേപ്പില അതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൽ കൂടെ തന്നെ കുറച്ച് നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിരുന്ന പുളിവെള്ളവും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് കഴിഞ്ഞ് നമുക്ക് അരയ്ക്കാം. അരച്ചതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി, അത് കഴിഞ്ഞ് കുറച്ച് മുളക് പൊടിയും കൂടെ ഇട്ട് ചേർത്ത് നമുക്ക് ഒരിക്കൽ കൂടി അത് അരച്ചെടുക്കാം. അരച്ചെടുത്തതിന് ശേഷം നമുക്കിനി നല്ലതുപോലെ അരച്ചതിന് ശേഷം നമുക്കിനി ഗ്യാസ് ഓണാക്കി കൊടുക്കാം. ഗ്യാസ് ഓണായതിന് ശേഷം നമുക്ക് പാൻ വെച്ച് അത് ചൂടാകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അത് നല്ലോണം ചൂടായതിന് ശേഷം നമുക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കോക്കനട്ട് ഓയിൽ നല്ലപോലെ ചൂടായതിന് ശേഷം നമുക്ക് ഉലുവ അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഉലുവ ഒന്ന് ബ്രൗൺ കളറായതിനു ശേഷം അതിലേക്ക് കരിവേപ്പില ഇട്ട് കൊടുക്കാം. ഇത് കഴിഞ്ഞ് നേരത്തെ നമ്മൾ ചതച്ച് വെച്ച് ഇഞ്ചി അതിലേക്ക് ഇട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇളക്കി അത് നല്ല ഗോൾഡ് കളറായി വന്നതിന് ശേഷം നേരത്തെ അരിഞ്ഞ് വെച്ചിരുന്ന കുഞ്ഞുള്ളിയും പിന്നെ പച്ചമുളകും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടത് ഒരിക്കൽ കൂടി അത് മിക്സ് ചെയ്തെടുക്കണം. എല്ലാം കൂടി ഒന്ന് സെറ്റാക്കി എടുക്കണം. അത് ഏകദേശം കുറച്ചൊന്ന് പകുതി മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് മുരിങ്ങയ്ക്കും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി നല്ലതുപോലെ നമുക്ക് അത് മിക്സ് ചെയ്തതിന് ശേഷം തക്കാളിയും കൂടെ അതിലേക്ക് ഇട്ടിട്ട് ഒരിക്കൽ കൂടി അത് നല്ലതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. നല്ലതുപോലെ വരട്ടിയതിന് ശേഷം നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ടിട്ട് ഒരിക്കൽ കൂടി നമുക്കതിനെ ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് നേരത്തെ അരച്ച് വെച്ച ആ കൂട്ട് നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് എത്രത്തോളം അതിൻ്റെ ഗ്രേവി വേണം അതനുസരിച്ച് നമുക്കതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം.
നമുക്ക് അതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഇത് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യണം. നല്ലപോലെ തിളച്ച് വരണം. നല്ലപോലെ തിളച്ച് വന്നാലേ എല്ലാം നല്ല സെറ്റായി കിട്ടും. കറികൾ നമുക്ക് സെറ്റായി കിട്ടും. നല്ലപോലെ തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഒരിക്കൽ കൂടി എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. മീൻ അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി നമുക്കങ്ങനെ ഇളക്കാതെ ഇതുപോലെ നമുക്ക് കറക്കി എല്ലാം അതിലിട്ട് ആക്കി സെറ്റാക്കി എടുക്കണം. എന്നിട്ട് നമുക്കതിനെ അടച്ച് വെക്കാം. അടച്ച് വെച്ച് നല്ലപോലെ വെന്ത് വരണം. എന്നിട്ട് അതിനെ ഇളക്കി പിന്നെയും കുറച്ച് കഴിഞ്ഞിട്ട് അത് തുറന്നിട്ട് അതൊരിക്കൽ കൂടി പതുക്കെ ഇളക്കണം കേട്ടോ. ശ്രദ്ധിക്കണം, കാരണം മീനാണ്. നമ്മൾ ശ്രദ്ധിച്ച് വേണം ഇളക്കാൻ, അല്ലെങ്കിൽ മീൻ ഉടഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് ഉലുവപ്പൊടിയും പിന്നെ കുറച്ച് കരിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ ആ ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ശരി, താങ്ക് യു ഫോർ വാച്ചിങ്. ബാക്കി മറ്റൊരു വീഡിയോയുമായി പിന്നെ കാണാം.